നമ്മളിൽ ഒരുവിധം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊന്നും തീരെ കഴിവില്ല എന്ന്. എല്ലാവരുമല്ല കേട്ടോ, ചിലർ. മറ്റുള്ളവരെ പോലുള്ള കഴിവ് എനിക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഹൗസ് വൈഫുമാരാണ് ഇത്തരം കാര്യങ്ങൾ പറയാറ്. സത്യത്തിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. നമുക്കെല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്, നല്ല പവറുണ്ട്, നല്ല അനുഗ്രഹമുണ്ട്. പക്ഷേ ആ സംഭവം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പോരായ്മ. തീർച്ചയായും ആ ഒരു പോരായ്മ നികത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അത് കലാപരമായിക്കോട്ടെ, ബിസിനസ് പരമായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലേ നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. തീർച്ചയായും അങ്ങനെ നമ്മൾ അതിലൂടെ പരിശ്രമിക്കുമ്പോൾ, ആ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആ കാര്യം വിജയിച്ചു എന്ന് വരില്ല. അപ്പോൾ വീണ്ടും പരിശ്രമിച്ച് നോക്കുക. വീണ്ടും വീണ്ടും പരാജയം വരികയാണ്. ആ കാര്യത്തിൽ നമുക്ക് പരിപൂർണ കോൺഫിഡൻറ്റ് ഉണ്ട് എങ്കിൽ മാത്രം അത് തുടരെ നമ്മൾ പരിശ്രമം പാടുള്ളൂ. അതല്ലാതെ കണ്ട് കോൺഫിഡൻ്റ് ഇല്ല, നമ്മുടെ കോൺഫിഡൻറ്റ് നഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകരുത്. അടുത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ തിരിയണം. അങ്ങനെ അതിൽ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ പരാജയമാണെങ്കിൽ വീണ്ടും അടുത്തൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ കഴിവ് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 10ഓളം തവണ പല പ്രൊജക്റ്റുകളിലായിട്ടാവും നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ എഫർട്ടിൻ്റെ ഭാഗമായി നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഇതിനൊക്കെ നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ.